നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടെ വിജയത്തെ സഹായിക്കുകയാണോ അതോ പരാജയപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ചാണക്യൻ ഉപയോഗിച്ചിരുന്ന അതേ യുദ്ധതന്ത്രങ്ങൾ നിങ്ങളുടെ വീടിന്റെ വാസ്തുവിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ചില വീടുകളിൽ കയറുമ്പോൾ മാത്രം നമുക്ക് അകാരണമായ സമാധാനവും ധൈര്യവും ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലെ രഹസ്യങ്ങളും വാസ്തുശാസ്ത്രത്തിന്റെ അറിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിനെ എങ്ങനെ ഒരു വിജയക്കോട്ടാക്കി മാറ്റാം? നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്കും കുടുംബ കലഹങ്ങൾക്കും പിന്നിൽ ഈ ഒരു വാസ്തുപിശകാണോ? ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെയും വീടിനെയും മാറ്റിമറിക്കാൻ പോവുകയാണ്. ഒരൊറ്റ പോയിന്റ് പോലും വിട്ടുപോകാതെ അവസാനം വരെ കാണുക. നമസ്കാരം, ചാണക്യ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി വാസ്തുവിനെ കാണുന്നത് വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അളവുകളായിട്ടാണ്. എന്നാൽ ആചാര്യ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഒരു വാസസ്ഥലം എന്നത് ശത്രുക്കൾക്ക് കടന്നുകയറാൻ കഴിയാത്ത, പോസിറ്റീവ് എനർജി ചോർന്നു പോകാത്ത ഒരു സുരക്ഷിത കേന്ദ്രമായിരിക്കണം. ചാണക്യൻ തന്റെ രാജാക്കന്മാർക്ക് കൊട്ടാരങ്ങൾ പണിയാൻ നൽകിയിരുന്ന അതേ നിർദ്ദേശങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ എങ്ങനെ പ്രയോഗിക്കാം? സമ്പത്ത് കുമിഞ്ഞുകൂടാനും എടുത്ത തീരുമാനങ്ങൾ ലക്ഷ്യത്തിലെത്താനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാനും വാസ്തുവും ചാണക്യതന്ത്രവും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നു. 5 പ്രധാന പോയിന്റുകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു പോസിറ്റീവ് എനർജി ഹബ്ബാക്കി മാറ്റാനുള്ള രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം: ഇതുപോലെയുള്ള പൗരാണിക രഹസ്യങ്ങളും ചാണക്യന്റെ ജീവിത തന്ത്രങ്ങളും മലയാളത്തിൽ നിരന്തരമായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള വിലപ്പെട്ട അറിവുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ നിർണായകമായ പോയിന്റിലേക്ക് പോകാം. പോയിന്റ് 1: സിംഹദ്വാരം, ഭാഗ്യത്തിന്റെ പ്രവേശന കവാടം. നമ്മുടെ ഒന്നാമത്തെയും ഏറ്റവും നിർണായകവുമായ പോയിന്റ് സിംഹദ്വാരം. ആചാര്യ ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു കോട്ടയുടെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് അതിന്റെ പ്രവേശന കവാടത്തിനായിരുന്നു. കാരണം ഒരു ശത്രുവിനോ സുഹൃത്തിനോ അകത്തേക്ക് കടക്കാനുള്ള ഒരേയൊരു വഴി അതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വീടും. വാസ്തുശാസ്ത്രപ്രകാരം നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യവും ഐശ്വര്യം വരുന്നത് മുൻവാതിലിലൂടെയാണ്. ഇതിനെ വെറുമൊരു മരവാതിലായി കാണരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഊർജത്തിന്റെ ടണലാണ്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു രാജാവിന്റെ പ്രതാപം അവന്റെ കൊട്ടാരവാതിൽ കണ്ടാൽ അറിയാമെന്നാണ്. നിങ്ങളുടെ വീടിന്റെ മുൻവാതിൽ മറ്റു വാതിലുകളെക്കാൾ വലുതും ഗാംഭീര്യമുള്ളതുമായിരിക്കണം. അവിടെ ഇരുട്ടോ അഴുക്കോ ഉണ്ടാകാൻ പാടില്ല. പല വീടുകളിലും കാണാറുള്ള ഒരു വലിയ തെറ്റാണ് മുൻവാതിലിന് പിന്നിൽ പഴയ സാധനങ്ങളോ തുണികളോ കൂട്ടിയിടുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ തടയുന്നു. ഒരു പുഴ ഒഴുകി വരുന്നത് പോലെയാണ് ഊർജം വരുന്നത്. അവിടെ ഒരു തടസ്സമുണ്ടെങ്കിൽ ആ ഊർജം തിരിച്ചു പോകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: വാതിൽ തുറക്കുമ്പോൾ ശബ്ദമുണ്ടാകാൻ പാടില്ല, ക്രീക്കിംഗ് സൗണ്ട്. ചാണക്യൻ പറയുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്ന വാതിലുകൾ ആ വീട്ടിലെ സമാധാനം നശിപ്പിക്കും. വാതിലിന് ഇരുവശവും മനോഹരമായ ചെടികളോ മംഗളകരമായ ചിഹ്നങ്ങളോ വെക്കുന്നത് പുറത്തുനിന്നുള്ള നെഗറ്റിവിറ്റിയെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കും. ഓർക്കുക, ഒരു സിംഹം തന്റെ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഗാംഭീര്യത്തോടെ വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ മുൻവാതിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്ന് ഇന്ന് തന്നെ പരിശോധിക്കുക. ഈ ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചുവോ? നിങ്ങളുടെ വീട്ടിലെ മുൻവാതിലിനു മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ലൈക്ക് ഇതുപോലെയുള്ള പൗരാണിക സത്യങ്ങൾ തേടി അലയുന്ന മറ്റു നൂറുകണക്കിന് മലയാളികളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. പണമൊന്നും ചെലവില്ലാത്ത ഒരു ചെറിയ സഹായമാണ് നിങ്ങളുടെ ലൈക്ക്. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ. നമുക്ക് ഈ അറിവ് ഒരുമിച്ച് വളർത്താം. പോയിന്റ് 2: കുബേരമൂലയും സമ്പത്തിന്റെ സംരക്ഷണവും. നമ്മുടെ രണ്ടാമത്തെ അതിപ്രധാനമായ പോയിന്റ് സമ്പത്തിന്റെ സംരക്ഷണം. പലരും പരാതിപ്പെടാറുണ്ട്, കയ്യിൽ പണം വരുന്നുണ്ട് പക്ഷെ നിൽക്കുന്നില്ല എന്ന്. ഇതിനെയാണ് ചാണക്യൻ അദൃശ്യമായ ചോർച്ച എന്ന് വിളിക്കുന്നത്. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഖജനാവ് എപ്പോഴും ശത്രുക്കൾക്ക് കാണാൻ കഴിയാത്തതും അതീവ സുരക്ഷിതവുമായ ഒരിടത്തായിരിക്കും ചാണക്യൻ സ്ഥാപിച്ചിരുന്നത്. അതുപോലെ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ്, സൗത്ത് വെസ്റ്റ് ഭാഗമാണ് നിങ്ങളുടെ ഖജനാവ് അഥവാ കുബേരമൂല. വാസ്തുശാസ്ത്ര പ്രകാരം ഈ മൂലയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയെ നിയന്ത്രിക്കുന്നത്. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ സമ്പത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് സംരക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ വീടിന്റെ ഈ ഭാഗത്ത് ടോയ്ലറ്റോ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ഒരു അരിപ്പയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ചോർന്നു പോകും. ഒരു കോട്ടയുടെ അടിത്തറ എത്രത്തോളം കടുപ്പമേറിയതാണോ അത്രത്തോളം കാലം ആ രാജ്യം നിലനിൽക്കും. അതുപോലെ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും ഭാരമുള്ള സാധനങ്ങൾ വെച്ച് ഉറപ്പിച്ചു നിർത്തണം. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടത്: നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയോ ലോക്കറോ ഈ ഭാഗത്ത് വടക്ക് ദിക്കിലേക്ക് അഭിമുഖമായി വെക്കുക. വടക്ക് ദിക്കാണ് കുബേരന്റെ ദിക്കായി ആയുർവേദത്തിലും വാസ്തുവിലും പറയുന്നത്. ചാണക്യൻ തന്റെ ഖജനാവ് സൂക്ഷിച്ചിരുന്ന അതേ ഗാംഭീര്യത്തോടെ വേണം നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തെ കാണാൻ.
അവിടെ അനാവശ്യമായ പഴയ കടലാസുകളോ പൊടിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ തടയും. ഈ ഭാഗം എപ്പോഴും വൃത്തിയായും സുഗന്ധപൂരിതമായും വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിലെ സമ്പത്തിന്റെ ഊർജം നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോയിന്റ് 3. ബ്രഹ്മസ്ഥാനം, വിജയത്തിന്റെ നിയന്ത്രണ കേന്ദ്രം. നമ്മുടെ ഈ ചർച്ചയിലെ മൂന്നാമത്തെയും ഏറ്റവും പവിത്രവുമായ പോയിന്റ് ബ്രഹ്മസ്ഥാനം. ഒരു മനുഷ്യ ശരീരത്തിൽ നാഭി എങ്ങനെയാണോ ഊർജത്തെ വിതരണം ചെയ്യുന്നത്, അതുപോലെയാണ് ഒരു വീടിന്റെ മധ്യഭാഗം. ആചാര്യ ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് രാജ്യത്തിന്റെ മധ്യഭാഗത്തായിരിക്കണമെന്നും അവിടം എപ്പോഴും തുറസായതും സുരക്ഷിതവുമായിരിക്കണമെന്നും നിഷ്കർഷിച്ചിരുന്നു. വാസ്തുശാസ്ത്രപ്രകാരം വീടിന്റെ നടുഭാഗത്തെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി ആകാശത്തു നിന്ന് നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഇടമാണിത്. ഇവിടെ നിന്നാണ് ഊർജം വീടിന്റെ 4 മൂലകളിലേക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നത്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു കോട്ടയുടെ നടുഭാഗം ദുർബലമായാൽ ആ രാജ്യം മുഴുവൻ തകരുമെന്നാണ്. അതുപോലെ നിങ്ങളുടെ വീടിന്റെ നടുവിൽ വലിയ തൂണുകളോ പില്ലേഴ്സ്, ഭാരമുള്ള ഫർണിച്ചറുകളോ അല്ലെങ്കിൽ ടോയ്ലറ്റോ വന്നാൽ ആ വീടിന്റെ ഊർജ്ജപ്രവാഹം പൂർണ്ണമായും തടസ്സപ്പെടും. ഇത് നിങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? നിങ്ങളുടെ വീടിന്റെ ബ്രഹ്മസ്ഥാനം ശുദ്ധമല്ലെങ്കിൽ അത് ആ വീട്ടിലെ ഗൃഹനാഥന്റെ മാനസിക വ്യക്തതയെ, ക്ലാരിറ്റി ഓഫ് തോട്ട്, ബാധിക്കും. ചാണക്യതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ശാന്തമായ ഒരു മനസ്സ് വേണം. നടുഭാഗം അഴുക്ക് നിറഞ്ഞതോ ഭാരമുള്ളതോ ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. എപ്പോഴും ആശയക്കുഴപ്പങ്ങൾ അനുഭവപ്പെടും. വീടിന്റെ നടുഭാഗം എപ്പോഴും വെളിച്ചമുള്ളതായും വായുസഞ്ചാരമുള്ളതായും സൂക്ഷിക്കുക. പഴയകാലത്ത് 4 കെട്ടുകളിൽ നടുമുറ്റം നിർമ്മിച്ചിരുന്നത് ഈ ഒരു ശാസ്ത്രീയ വശം മുൻനിർത്തിയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ശുദ്ധവായുവും വെളിച്ചവും ആ വീട്ടിലെ എല്ലാവർക്കും ശാരീരികവും മാനസികവുമായ കരുത്ത് നൽകിയിരുന്നു. നിങ്ങളൊരു പുതിയ വീട് പണിയാൻ ഒരുങ്ങുകയാണെങ്കിൽ ഈ ബ്രഹ്മസ്ഥാനം ഒരിക്കലും അടച്ചുപൂട്ടരുത്. അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ശ്വാസകോശമാണ്. പോയിന്റ് 4. അടുക്കള, വിജയത്തിന്റെ ഊർജ കേന്ദ്രം. നമ്മുടെ 4ാമത്തെ അതിപ്രധാനമായ പോയിന്റ് അടുക്കള. ഒരു സൈന്യത്തിന്റെ കരുത്ത് അവരുടെ ആയുധങ്ങളിലല്ല, മറിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തിലാണെന്ന് ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നു. അന്നം ബ്രഹ്മം എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗമാണ് അഗ്നികോൺ അഥവാ അഗ്നിമൂല. ഇവിടെയാണ് അടുക്കള വരേണ്ടത്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് കോശം, സമ്പത്ത്, ദണ്ഡം, സൈന്യം എന്നിവയോടൊപ്പം തന്നെ ധാന്യം, ഭക്ഷണം അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു. നിങ്ങളുടെ വീടിന്റെ അഗ്നിമൂലയിൽ അടുക്കള സ്ഥാപിക്കുന്നത് കേവലം പാചകം ചെയ്യാനല്ല, മറിച്ച് ആ വീട്ടിലെ താമസക്കാരുടെ പ്രവർത്തനക്ഷമത, ആക്ഷൻ പവർ വർദ്ധിപ്പിക്കാനാണ്. അഗ്നി എന്നത് പരിവർത്തനത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ അധ്വാനിക്കുന്ന പണം ഭാഗ്യമായി മാറുന്നത് നിങ്ങളുടെ അടുക്കളയിലെ പോസിറ്റീവ് എനർജി അനുസരിച്ചായിരിക്കും. ശ്രദ്ധിക്കേണ്ട തെറ്റുകൾ. പല വീടുകളിലും കാണുന്ന ഒരു വലിയ വാസ്തുപിശകാണ് അടുക്കളയും ടോയ്ലറ്റും അടുത്തടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഒരേ ചുവര് പങ്കിടുന്നത്. ചാണക്യതന്ത്രമനുസരിച്ച് ശുദ്ധിയും അശുദ്ധിയും ഒരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ല. ഇത് ആ വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തെയും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും നേരിട്ട് ബാധിക്കും. അതുപോലെ അടുക്കളയിൽ കറുത്ത നിറത്തിലുള്ള കല്ലുകൾ, ബ്ലാക്ക് ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നത് അഗ്നിയുടെ ഊർജത്തെ ആഗിരണം ചെയ്യുകയും തളർത്തുകയും ചെയ്യും. ചുവപ്പോ പച്ചയോ കലർന്ന നിറങ്ങളാണ് അഗ്നിമൂലയ്ക്ക് ഏറ്റവും അനുയോജ്യം. നിങ്ങളുടെ അടുക്കളയിലെ അടുപ്പ്, സ്റ്റോവ് കിഴക്ക് ദിക്കിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് ഗൃഹനാഥന് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സഹായിക്കും. പോയിന്റ് 5. നിരീക്ഷണ തന്ത്രം, ശത്രുദൃഷ്ടിയെ പ്രതിരോധിക്കുന്ന സുരക്ഷാ കവചം. നമ്മുടെ ഈ ചർച്ചയിലെ അവസാനത്തെയും ഏറ്റവും നിഗൂഢവുമായ പോയിന്റ് നിരീക്ഷണ തന്ത്രം. ആചാര്യ ചാണക്യൻ തന്റെ ശത്രുക്കളെ തോൽപ്പിച്ചിരുന്നത് നേരിട്ടുള്ള യുദ്ധത്തിലൂടെ മാത്രമല്ല, മറിച്ച് ശത്രുക്കളുടെ ദൃഷ്ടി തന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് വീഴാതിരിക്കാനുള്ള തന്ത്രങ്ങളിലൂടെയുമാണ്. വാസ്തുശാസ്ത്രത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പുറത്തുനിന്നുള്ള ഒരാളുടെ അസൂയയോ ദേഷ്യമോ നെഗറ്റീവ് ചിന്തകളോ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യത്തെ ബാധിക്കാതിരിക്കാൻ ഒരു എനർജി ഷീൽഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു ഭരണാധികാരിയുടെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ കൊട്ടാരത്തിന് ചുറ്റും അദൃശ്യമായ പ്രതിരോധം വേണമെന്നാണ്. അതുപോലെ നിങ്ങളുടെ വീടിന്റെ മുൻഭാഗം എപ്പോഴും പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കണം. വീടിന് നേരെ വരുന്ന റോഡുകളോ സ്ട്രീറ്റ് സ്പിയർ, വലിയ മരങ്ങളോ വൈദ്യുതി പോസ്റ്റുകളോ നിങ്ങളുടെ വീടിന്റെ ഊർജത്തെ മുറിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ വാസ്തുവിൽ വേദദോഷം എന്ന് വിളിക്കുന്നു. പ്രതിരോധ മാർഗങ്ങൾ. പുറത്തുനിന്നുള്ള നെഗറ്റീവ് നോട്ടങ്ങളെ തിരിച്ചുവിടാൻ വീടിന്റെ മുൻവാതിലിന് മുകളിൽ ഒരു ചെറിയ കണ്ണാടി, ബാഗ്വ മിറർ വെക്കുന്നത് ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രത്തിന് തുല്യമാണ്. ഇത് വരുന്ന നെഗറ്റീവ് തരംഗങ്ങളെ അപ്പോൾ തന്നെ പ്രതിഫലിപ്പിച്ച് തിരിച്ചുവിടുന്നു. കൂടാതെ വീടിന്റെ മുൻപിൽ കറ്റാർവാഴയോ അലോവേര തുളസിയോ വളർത്തുന്നത് അന്തരീക്ഷത്തിലെ നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കാൻ സഹായിക്കും. ചാണക്യൻ തന്റെ കോട്ടകൾക്ക് ചുറ്റും നട്ടിരുന്ന പ്രത്യേക ഔഷധ സസ്യങ്ങൾ ശത്രുക്കളുടെ ചാരന്മാരെ പോലും അകറ്റി നിർത്തിയിരുന്നു. നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വകാര്യതയുടെയും സമാധാനത്തിന്റെയും ഇടമാണ്. അവിടെ അനാവശ്യമായ ആൾക്കൂട്ടമോ ശബ്ദമലിനീകരണമോ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കും. ഈ 5 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ വീട് ഒരു വിജയക്കോട്ടയായി മാറും എന്നതിൽ സംശയമില്ല. 1. സസ്യങ്ങളുടെ ഊർജം, പ്രകൃതിദത്തമായ എനർജി ഫിൽട്ടറുകൾ.
നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിലെ വായുവിനെ മാത്രമല്ല, അദൃശ്യമായ ഊർജത്തെയും ശുദ്ധീകരിക്കാൻ സസ്യങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. ആയുർവേദത്തിലും വാസ്തുവിലും ഇതിനെ പ്രാണശക്തി എന്നാണ് വിളിക്കുന്നത്. തുളസി, ദ ഡിവൈൻ പ്യൂരിഫയർ. വീടിന്റെ മുറ്റത്ത് തുളസി നട്ടുപിടിപ്പിക്കുന്നത് വെറുമൊരു ആചാരമല്ല. തുളസി പുറത്തുവിടുന്ന ഓക്സിജനും അതിന്റെ ഗന്ധവും അന്തരീക്ഷത്തിലെ നെഗറ്റീവ് തരംഗങ്ങളെ അപ്പോൾ തന്നെ നിർവീര്യമാക്കും. ഒരു റേഡിയോ ജാമർ എങ്ങനെയാണോ സിഗ്നലുകളെ തടയുന്നത്, അതുപോലെ നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ആ നെഗറ്റീവ് വൈബ്രേഷനെ തുളസി ആഗിരണം ചെയ്യുന്നു. കറ്റാർവാഴ, ദി എനർജി അബ്സോർബർ. കറ്റാർവാഴ വീടിന് മുന്നിൽ വളർത്തുന്നത് ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ്. ഇതിന്റെ മുള്ളുകളും ജലാംശവും അന്തരീക്ഷത്തിലെ അനാവശ്യമായ സ്റ്റാറ്റിക് എനർജി വലിച്ചെടുക്കും. ഒരാളുടെ കഠിനമായ ദൃഷ്ടിദോഷം നിങ്ങളുടെ വീടിനെ ബാധിക്കാതിരിക്കാൻ ഒരു സ്പോഞ്ച് പോലെ ഈ നെഗറ്റിവിറ്റിയെ കറ്റാർവാഴ വലിച്ചെടുക്കുന്നു. കാക്ടസ്, ദ ഔട്ടർ ഗാർഡ്. ഓർക്കുക, കാക്ടസ് ഒരിക്കലും വീടിനുള്ളിൽ വെക്കരുത്. ഇത് വീടിന് പുറത്ത് മതിലിനോട് ചേർന്ന് വെക്കുന്നത് ശത്രുക്കളുടെയോ അസൂയക്കാരുടെയോ നോട്ടത്തെ ഡിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കും. അതിന്റെ കൂർത്ത മുള്ളുകൾ നെഗറ്റീവ് ഊർജത്തെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. 2. ചാണക്യന്റെ ചാരതന്ത്രവും വാസ്തുവിലെ മറകളും. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഗൂഢപുരുഷന്മാരെ അല്ലെങ്കിൽ ചാരന്മാരെ കുറിച്ചും അവർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രഹസ്യ അറകളെക്കുറിച്ചും സീക്രട്ട് ചേംബേഴ്സ് വിശദമായി പറയുന്നുണ്ട്. ഒരു രാജാവിന്റെ സ്വകാര്യതയും തന്ത്രങ്ങളും ചോർന്നു പോകാതിരിക്കാൻ കൊട്ടാരത്തിനുള്ളിൽ പലതരം മറകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം ചോർന്നു പോകാതിരിക്കാൻ വാസ്തുവിൽ നാം ഉപയോഗിക്കുന്ന മറകൾ അഥവാ സ്ക്രീൻസ്, കർട്ടൻസ് ഇതേ തന്ത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് വാസ്തുപ്രകാരം ദോഷമാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക രഹസ്യങ്ങളും കുടുംബ സമാധാനവും പുറത്തേക്ക് ചോരുന്നതിന് തുല്യമാണ്. മനോഹരമായ കർട്ടനുകൾ ഉപയോഗിക്കുന്നത് കേവലം അലങ്കാരമല്ല, മറിച്ച് നിങ്ങളുടെ വീടിന്റെ ഊർജത്തെ അകത്തു തന്നെ നിലനിർത്താനുള്ള ഒരു ചാണക്യ തന്ത്രമാണ്. പ്രധാന വാതിലിന് നേരെ തന്നെ അടുക്കളയോ കിടപ്പുമുറിയോ വരുന്നത് ഇത്തരം മറകൾ ഉപയോഗിച്ച് തടയുന്നത് നിങ്ങളുടെ സ്വകാര്യതയെയും ഭാഗ്യത്തെയും സംരക്ഷിക്കും. 3. കണ്ണാടി പ്രയോഗം, പ്രതിഫലനത്തിന്റെ ശാസ്ത്രം. വാസ്തുവിലെ ഏറ്റവും അപകടകരവും എന്നാൽ ശരിയായി ഉപയോഗിച്ചാൽ ഏറ്റവും ഗുണകരവുമായ ഒന്നാണ് കണ്ണാടി. ചാണക്യൻ തന്റെ കൊട്ടാരങ്ങളിൽ ശത്രുക്കളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയാൻ കണ്ണാടികൾ തന്ത്രപരമായി സ്ഥാപിച്ചിരുന്നു. എവിടെ വെക്കണം? ദ ബെനിഫിറ്റ്. വീടിന്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭിത്തിയിൽ കണ്ണാടി വെക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് പോസിറ്റീവ് എനർജിയെ ഇരട്ടിയാക്കി പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ ലോക്കറിന് മുന്നിൽ ഒരു ചെറിയ കണ്ണാടി വെക്കുന്നത് സമ്പത്ത് വർദ്ധിക്കാനുള്ള ചാണക്യതന്ത്രമാണ്. എവിടെ വെക്കരുത്? ദ ഡേഞ്ചർ. പ്രധാന വാതിലിന് നേരെ മുന്നിലായി ഒരിക്കലും വലിയ കണ്ണാടി വെക്കരുത്. ഇത് വാതിലിലൂടെ അകത്തേക്ക് വരുന്ന ഭാഗ്യത്തെയും ഐശ്വര്യത്തെയും തിരിച്ചു പുറത്തേക്ക് തന്നെ അയക്കും. അതുപോലെ കിടപ്പുമുറിയിൽ കട്ടിലിന് നേരെ കണ്ണാടി വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കണ്ണാടി ഉടഞ്ഞതോ മങ്ങിയതോ ആണെങ്കിൽ അത് ഉടൻ മാറ്റുക. കാരണം അത് നിങ്ങളുടെ ചിന്തകളിൽ ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൃത്യമായ സ്ഥാനത്ത് വെക്കുന്ന ഒരു കണ്ണാടിക്ക് നിങ്ങളുടെ വീടിന്റെ വാസ്തുദോഷങ്ങളെ പോലും മാറ്റാൻ കഴിയും. വാസ്തുവും ചാണക്യതന്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ 5 അധ്യായങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരു വീട് പണിയുക എന്നത് കേവലം ഇഷ്ടികയും സിമന്റും ചേർത്തുള്ള ഒരു നിർമ്മാണമല്ല, മറിച്ച് നിങ്ങളുടെ വരും തലമുറയുടെയും ഭാഗ്യം കെട്ടിപ്പടുക്കലാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ സുരക്ഷിതമായ ഒരിടത്തു നിന്നേ മികച്ച തന്ത്രങ്ങൾ മെനയാൻ സാധിക്കൂ. നിങ്ങളുടെ വീടിനെ അത്തരമൊരു വിജയക്കോട്ടയാക്കി മാറ്റാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങൾ കേട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അത് ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അനുഭവവും ഈ കമ്മ്യൂണിറ്റിയിലെ മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഇതുപോലെയുള്ള ആഴത്തിലുള്ള പൗരാണിക രഹസ്യങ്ങളും ചാണക്യന്റെ ജീവിത വിജയതന്ത്രങ്ങളും മലയാളത്തിൽ നിരന്തരമായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പുതിയ വീഡിയോയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ ചുവടുവെപ്പായിരിക്കും. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ അടുത്ത പവർഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലെയുള്ള അമൂല്യമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജം നൽകുന്നത്. നിങ്ങളുടെ വീട് ഐശ്വര്യവും സമ്പത്തും സമാധാനവും കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അത്ഭുതകരമായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.